മൂവി പടം കൊള്ളാം, ക്ലൈമാക്സ് പൊളിച്ച് അടിപൊളി. 17ാം ദിവസമായി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ്? കൊള്ളാം, 3 പടങ്ങൾ അടിപൊളി, 1, 2, 3 അടിപൊളി. ജോർജ് കുട്ടി ഇനിയൊരു വരവോട് വരേണ്ടി വരണം. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ വന്നിട്ട്? നല്ലതാ, ഫിലിം നല്ലതാ. ജോർജ് കുട്ടി ഇനിയൊരു വരവോട് വരേണ്ടി വരുമോ? കുറയോ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? പടം നല്ല പടം. 1ഉം 2 ഒക്കെ കണ്ടിട്ട് 3 കാണുമ്പോൾ പണ്ട് പടം നല്ല പടം, നല്ല ബുദ്ധിപൂർവ്വം അവരെ ജോർജ് കുട്ടി എങ്ങനെയാണ് തകർത്തോ? പടം നല്ല. ഞാൻ ആദ്യത്തെ പടം ഞാൻ കണ്ടു. സിനിമ 300 കോടിയിലേക്കൊക്കെ അടിക്കാൻ പോകുന്നതാണ് കേട്ടോ. 17ാം ദിവസമായി. പടം നല്ല പടം. ആണല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി പടം, നല്ല സൂപ്പർ പടം ഉഷാറായിരുന്നു. പക്ഷേ ഫസ്റ്റ് 2 പാട്ടിൻ്റെ അത്ര ക്ലാരിറ്റി നീറ്റ് ചെയ്യുന്നില്ല. ആ പാത്ത് കൊണ്ടുപോയ പാത്ത് അത്ര നീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ജോർജ് കുട്ടി എന്ന ക്ലാസിക് ക്രിമിനൽ എത്രത്തോളം ലാസ്റ്റ് സീന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അയാൾ ആ കേസുമായിട്ട് എത്രത്തോളം ഇൻവോൾവ് ആയി, അത് അയാൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. 17ാം ദിവസമായിട്ട് ഇപ്പോഴും ഈ സിനിമ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ആ അപ്കമിങ് ആയിട്ട് മോളിവുഡ് ടൈംസിനും അത്ര വിചാരിച്ചത്ര ഇത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ദൃശ്യമല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട് ഫാമിലി ആയിട്ട് കാണാൻ വന്നിട്ട്? സൂപ്പറായിരുന്നു. ഇതിപ്പോൾ 17ാം ദിവസമാണ് സിനിമ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? ഞങ്ങൾക്ക് ഇപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയത്. ആണല്ലേ? ജോർജ് കുട്ടി ഇനിയൊരു വരവോട് വരേണ്ടി വരുമോ? എന്താണ് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷെ സെക്കൻഡ് ഹാഫ് സൂപ്പർ, അടിപൊളി, നല്ല സിനിമയാണ്. വേറെ ആക്കി അഭിനയിക്കാൻ പറ്റില്ല, അല്ലാണ്ട് വേറെ ആക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? അടിപൊളിയാണ്. അപ്പോൾ 17ാം ദിവസം അത്ര വന്നില്ല. 2 അതിലും ഇതിലും കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. 4 എന്തെങ്കിലും വരുന്നത് പ്രതീക്ഷിക്കാം. 4 വരാൻ കാത്തിരിക്കുന്നുണ്ടോ ശരിക്കും? ജിത്തു ജോസഫിനോട് പറയാം നമുക്ക് വിളിച്ച്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? അതാണ് നമുക്ക് വേണ്ടത്. 4 എന്തായാലും വരണം. അല്ലെങ്കിൽ ഷോക്കാണ്. നമ്മള് 3 ആരെങ്കിലും വിഷമിച്ചിരിക്കണമെങ്കിൽ 4 സെറ്റ് ആക്കണം. നല്ല സസ്പെൻസ് ഉള്ളൊരു പടം, മനോഹരമായിട്ട് തീർത്തു. അതിനെ പിന്നെ നന്ദി പറയുന്നു, എല്ലാവർക്കും നന്ദി പറയുന്നു. മോഹൻലാലിൻ്റെ അഭിനയം അതിഗംഭീരമായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസറായ മറ്റേ അയണി പെരുമാറിന് പ്രത്യേകം നന്ദി പറയുന്നു. കാത്തിരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പടങ്ങൾ കാണണം, വരണം കേട്ടാ. 1ഉം 2ഉം കണ്ട്, ഇപ്പോൾ 3ഉം കണ്ട് കേട്ടാ. ഓക്കെ, എൻ്റെ പേര് ബാബു നോർബർട്ട്, എറണാകുളം. ഓക്കെ, വെരി മച്ച് ഹാപ്പി. ഇപ്പോൾ സിനിമ 17ാം ദിവസത്തിലേക്ക് എത്തി. 100 കോടിയൊക്കെ കളക്ട് ചെയ്യാൻ പോവാന്നാണ് കേട്ടത്. ആളുകളുടെ മഴ കാരണമാണ് കേട്ടാ. ഗ്രാൻഡ് നന്നായിട്ടുണ്ട്. വിചാരിക്കാത്ത ടേണിംഗ് ഉണ്ട് ഇതിനകത്ത്. ഈ പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടേണിംഗ് ഉണ്ട്. അതാണ് ഈ പടത്തിൻ്റെ വിജയം കേട്ടോ. സസ്പെൻസ്.